ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. നോൺ വെജ് പ്രേമികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട വിഭവമാണ് ചിക്കൻ. ചിക്കൻ ഫ്രൈ ആയാലും ബിരിയാണി ആയാലും കറി ആയാലും ഇനി ചിക്കൻ വെച്ചുള്ള ഏത് ഐറ്റം ആയാലും അത് കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. മലയാളികളുടെ ഭക്ഷണശീലങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ചിക്കൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഭക്ഷണമാണിത്. പ്രോട്ടീന്റെ കലവറയായ ചിക്കൻ പേശികളുടെ ആരോഗ്യത്തിനും ശരീരപുഷ്ടിക്കും വളരെ നല്ലതാണ്. എന്നാൽ പലപ്പോഴും രുചിക്ക് മുൻഗണന നൽകുമ്പോൾ നമ്മൾ ചില ആരോഗ്യ വശങ്ങൾ മറന്നു പോകാറുണ്ട്. പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ ചിക്കൻ ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ചിക്കനൊപ്പം ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ദഹനക്കേട് മുതൽ ചർമ്മരോഗങ്ങൾ വരെ ഉണ്ടാക്കാൻ കാരണമാകും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിക്കനൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തേത് ചിക്കനും പാലുമാണ്. പലരും കരുതുന്നതിനേക്കാൾ ഗുരുതരമാണ് ചിക്കനും പാലും ഒന്നിച്ചു കഴിക്കുന്നത്. പാലും ചിക്കനും പ്രോട്ടീൻ സമ്പന്നമാണ്. ഇവ രണ്ടും ഒരേ സമയം ശരീരത്തിലെത്തിയാൽ ദഹന പ്രക്രിയയെ അത് സങ്കീർണമാക്കും. ആയുർവേദ പ്രകാരം ഇവ വിരുദ്ധാഹാരങ്ങളാണ്. അതോടൊപ്പം പാൽ ശരീരത്തിന് തണുപ്പ് നൽകുമ്പോൾ ചിക്കൻ ശരീരത്തിന് ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വിപരീത ഗുണങ്ങൾ രക്തത്തിൽ കലരുന്നത് ചർമ്മരോഗങ്ങൾക്ക് കാരണമാകുകയും ഇത് ശരീരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ദീർഘകാലം ഇങ്ങനെ ഉപയോഗിച്ചാൽ ചർമ്മത്തിൽ വെളുത്ത പാടുകൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. അതിനാൽ ചിക്കൻ കഴിച്ച ഉടൻ പാൽ അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് ഒഴിവാക്കുക. അടുത്തത് ചിക്കനും തൈരുമാണ്. ചിക്കൻ കറികളിലും മസാലകളിലും നമ്മൾ തൈര് ചേർക്കാറുണ്ട്. അതുപോലെ ബിരിയാണിയോടൊപ്പം തൈര് ഉപയോഗിച്ചുള്ള സാലഡ്, ചിക്കൻ കറിയോടൊപ്പം തൈര് കഴിക്കുന്നത്. നമ്മൾ മലയാളികളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്. എന്നാൽ ഇത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് എത്ര പേർക്കറിയാം? ചിക്കൻ ശരീരത്തിന് ചൂട് നൽകുന്ന പ്രകൃതമാണ്, എന്നാൽ തൈര് തണുപ്പ് നൽകുന്നതാണ്. ഈ വിരുദ്ധ ഗുണങ്ങൾ വയറ്റിലെ ദഹന വ്യവസ്ഥയെ തകിടം മറിക്കും. ഇത് ദഹനക്കേട്, ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അടുത്തത് ചിക്കനും മത്സ്യവുമാണ്. ഒരേ സമയം ചിക്കനും മീനും കഴിക്കുന്ന ശീലം പലർക്കുമുണ്ട്. അതുപോലെ ചില വിവാഹ സൽക്കാരങ്ങളിലും വിരുന്നുകളിലും ചിക്കനും മീനും ഒരേ സമയം വിളമ്പാറുണ്ട്. ഇവ രണ്ടും വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടീനുകളാണ്. ഇവ ഒന്നിച്ച് ശരീരത്തിൽ എത്തുമ്പോൾ പ്രോട്ടീന്റെ അളവ് ക്രമാതീതമായി കൂടുകയും അത് ദഹിക്കാൻ വയറിന് വലിയ അധ്വാനം വേണ്ടിവരികയും ചെയ്യും. ഇത് പലപ്പോഴും ഗ്യാസ് പ്രശ്നങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും നയിക്കുന്നു. തുടക്കത്തിൽ പലർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലെങ്കിലും അമിതമായി കഴിച്ചാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ ചിക്കൻ അമിതമായി കഴിച്ചാലും ദോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതായാലും അത് മിതമായ അളവിൽ കഴിക്കുന്നതാണ് ഉചിതം. ചിക്കൻ സ്ഥിരമായി കഴിക്കുന്നത് ചില പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഉയർന്ന അളവിൽ എണ്ണയിൽ വറുത്ത ചിക്കൻ സ്ഥിരമായി കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ ഉയർന്ന കലോറിയുള്ള ചിക്കൻ വിഭവങ്ങൾ അമിതവണ്ണത്തിന് കാരണമാകും. ചിക്കൻ അമിതമായി കഴിക്കുന്നത് ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കാൻ ഇടയാകും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചുരുക്കത്തിൽ ചിക്കൻ ആരോഗ്യകരമാണെങ്കിലും അത് കഴിക്കുമ്പോൾ ശരിയായ ഭക്ഷണക്രമം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിക്കനൊപ്പം പാലും തൈരും മത്സ്യവും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് പകരം ഗ്രിൽ ചെയ്തോ വേവിച്ചോ കഴിക്കുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കും. പലർക്കും ചിക്കനൊപ്പം ഇവ കഴിക്കാൻ ഇഷ്ടമാണ്. എന്നിരുന്നാലും ഒഴിവാക്കുന്നത് ആരോഗ്യ ഗുണങ്ങൾ നൽകും. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.